ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ഷേമ പെൻഷൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ജൂലൈ 20 ശേഷം കൊടുക്കാൻ തുടങ്ങുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷനിൽ കുറച്ച് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമുക്ക് നോക്കാം. ക്ഷേമ പെൻഷൻ 25 തീയതിക്കുള്ളിൽ കൊടുക്കാൻ തുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി സെപ്റ്റംബർ 30 മുൻപായി ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ബയോമെട്രിക് മസ്റ്ററിംഗ് എന്നാൽ വിരലടയാളം പതിപ്പിക്കൽ, ഐറിസ് സ്കാൻ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ബയോമെട്രിക് മസ്റ്ററിംഗ് എന്തിനാണ് ചെയ്യുന്നതെന്നാൽ പെൻഷൻ വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ, ആ വ്യക്തിയാണോ പെൻഷൻ കൈപ്പറ്റുന്നത്, ഇത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുന്നത്. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഇതിനായി ആവശ്യമായി വരുന്ന ഡോക്യുമെൻ്റ് ഏതെല്ലാമെന്ന് നോക്കിയാൽ ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പെൻഷൻ ID. നമ്മുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. ഇതിലൊരു OTP നമ്പർ റിസീവ് ആകും. ഈ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രമേ ബയോമെട്രിക് മസ്റ്ററിംഗ് അപ്ഡേറ്റ് ആകുകയുള്ളൂ. അതിനാൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നിർബന്ധമാണ്. ഇനി ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ കഴിയാത്തവർക്ക് വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതാണ്. ഇതിന് നിങ്ങളുടെ വാർഡ് മെമ്പറിനെയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിക്കുക. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ സെപ്റ്റംബർ 30 മുൻപായി നിർബന്ധമായും ഇത് ചെയ്തിരിക്കേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ഷേമ പെൻഷൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്